അർജുന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളവരെ നിങ്ങൾക്ക്. അതെ അതെ. ഇപ്പോൾ അവിടുന്ന് വരുന്ന വിവരങ്ങളൊക്കെ വളരെ വിഷമകരമായ കാര്യം തന്നെ. കാരണം ഇന്നൊക്കെ ഇപ്പോൾ 11ാം ദിവസമായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തിനെ കണ്ടെത്തില്ല എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഒരു പ്രദേശത്ത് ഒരു പാർട്ടി പ്രവർത്തകരായിട്ട് നിന്ന ആളുകളാണ്. എല്ലാ കാര്യങ്ങളിലും പ്രദേശത്ത് എന്ത് കോവിഡ് കാലഘട്ടങ്ങളിലും മറ്റുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ നമ്മളെ കൂടെ നിന്ന് സഹായിച്ചൊരു സുഹൃത്താണ് നമ്മുടെ അർജുന്. അയാളെ ഇത്രയും ദിവസം 11 ദിവസമായിട്ട് കണ്ടെത്തില്ല എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. എന്നിട്ടും മണ്ണിനടിയിൽ പകപ്പെട്ട ഒരാളെ കണ്ടെത്താൻ 11 ദിവസം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് സാങ്കേതിക വിദ്യ വളർന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രനിൽ കാലുകുത്തുമ്പോഴും അതാണ് ചന്ദ്രനിൽ വെള്ളം ഉണ്ട് നമ്മൾ കണ്ടെത്തുമ്പോഴും ഭൂമിക്കടിയിൽപ്പെട്ടൊരു ലോറിയും അതിലുൾപ്പെട്ട ഒരു ഡ്രൈവറെയും കണ്ടെത്തുന്നവരെ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസം തന്നെ. മാനസികമായിട്ട് വലിയൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. ഇനി ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 11 ദിവസം വരെ 5-8 ദിവസം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജീവനോട് കിട്ടുന്നുള്ളത്. ആ പ്രതീക്ഷകളൊക്കെ ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം, അർജുൻ തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും. ആദ്യഘട്ടത്തിലൊക്കെ ക്യാബിനുള്ളിൽ സുരക്ഷിതനായിട്ട് ഉണ്ടാകുന്നൊരു പ്രതീക്ഷ. അതെ, ആ പ്രതീക്ഷയാണ്. കാരണം ഭാരത് ബെൻസിന്റെ കമ്പനി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ആ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ദിവസം വരെ അതിനകത്ത് ജീവനോടാക്കി ഇരിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങൾ അതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 10 ദിവസം അതിലിരിക്കും. അതുപോലെ പിന്നെ അതിൽ പോകുന്ന ഡ്രൈവർമാർ പറഞ്ഞു ഒരു 3-4 ദിവസം അതിൽ കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ അതിലുണ്ടാവും. അതിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ദൂരയാത്ര പോകുന്ന ആളുകൾ ചെയ്യുന്നതാണ്, സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഭാരത് ബെൻസ് നല്ല കമ്പനിയിലെ വണ്ടിയാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അർജുനെ തിരിച്ചു കിട്ടുമല്ലോ പ്രതീക്ഷയിലായിരുന്നത്. നിങ്ങള് കെട്ടിയ ഫ്ലെക്സ് ആണ് ഞാൻ വരുന്നപ്പോൾ. അതെ, ഞങ്ങൾ കെട്ടിയ സേവ് അർജുൻ എന്നുള്ളത് ഞങ്ങൾ തുടങ്ങിയിട്ട് 16-ാം തീയതി നഷ്ടപ്പെട്ട 18-ാം തീയതി ഞങ്ങൾ ഇതിന്റെ പിന്നാലെയാണ്. 18-ാം തീയതി മുതൽ എല്ലാം ഞങ്ങളെ കൊണ്ടാവുന്ന ഇതിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളത്. ശശീന്ദ്രനും റിയാസ് ഒന്ന് പുറപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ചാനൽ വഴി അറിയാൻ പറ്റുള്ളത്. മുഹമ്മദ് റിയാസും ശശീന്ദ്രൻ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളൊക്കെ സച്ചിൻ ദേവും ലിൻഡോ ജോർജ് ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കണ്ടെത്താൻ സാധിക്കുന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടമാവുന്നു. അതെ, ഇതുവരെ പ്രതീക്ഷ നഷ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ഓറഞ്ച് അലർട്ടാണെന്ന് പറയുന്നത്. കാരണം കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയ പ്രയാസം തന്നെ സൃഷ്ടിക്കുന്നു. ഈ അർജുന് പാർട്ടിയിലൊക്കെ വളരെ സജീവമായിരുന്നു. അതെ, പ്രദേശത്ത് നല്ല സജീവമായിട്ടുള്ള യുവാവായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഡിവൈഎഫിന്റെ പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ രംഗത്ത് മുന്നിലായിരുന്നുള്ള അർജുന്. ഇവർ കുറച്ച് യുവാക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ കുറച്ച് സീനിയറായ ആളുകളാണ്. ഞങ്ങൾ 40-46 വയസ്സായി. ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തനം നടക്കുന്ന ആളുകൾ പ്രദേശത്ത്. പക്ഷെ പ്രദേശത്ത് എന്തുണ്ടെങ്കിലും യുവാക്കളുടെ കൂടെ അണിനേരുന്നു നേതൃസ്ഥാനം വഹിച്ച ഒരാളാണ് അർജുനായിട്ട്. കോവിഡ് കാലത്തും പ്രളയകാലത്തൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊതുവെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. മഴ പെയ്താലും വെള്ളം കയറുന്ന പ്രദേശമാണ് നമ്മുടെ. അറിയാം 2018-19 വെള്ളപ്പൊക്കത്തിലൊക്കെ സജീവമായിട്ട് രംഗത്തേറിയിട്ട് നമ്മുടെ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നത്. അതുപോലത്തെ തന്നെ വീടുകളിൽ സാധനങ്ങൾ ഒതുക്കിക്കുന്നത് നമ്മുടെ മുൻനിരയിൽ ഉണ്ടാവുന്ന യുവാവാണ് അർജുൻ. അതാണ് ഇതിന്റെ വിഷയം. നമ്മളിപ്പോൾ കുടുംബമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്നത് അവരെ നമുക്ക് അറിയുന്നതാണ്. അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. അവരുടെ മാനസികാവസ്ഥ വലിയൊരു പ്രയാസം. കാരണം കൊണ്ട് അവർക്ക് വിങ്ങി പൊട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. അത്രത്തോളം അമ്മക്ക് അത്രത്തോളം പ്രയാസത്തിലേക്ക് അച്ഛനങ്ങൾക്ക് അറിയാം. പ്രേമട്ടനോട് ഇരുന്ന് കരയാ ചെയ്യുന്നത്. കാരണം ഞങ്ങളെ പോകുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം. കാരണം അവനോടൊപ്പം കാണുന്ന ആളുകൾ നമ്മുടെ യുവാക്കൾ മുഴുവനും. അപ്പൊ അവരെ കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. അവർ സഹോദരിമാരെ എല്ലാവരും പ്രയാസത്തിൽ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഇതായിട്ട് നമുക്ക് അവനെ കണ്ടെത്തുന്നുള്ള നമ്മുടെ ഇപ്പോൾ ലക്ഷ്യം. അതിനനുസരിച്ചാണ് നമ്മളെല്ലാവരും ഓടി നടക്കുന്നത്. കടുത്ത യാഥാർത്ഥ്യങ്ങളോട് ഉൾക്കൊള്ളാൻ മാനസികമായിട്ട് അതെ, അത്രേ ഉള്ളൂ. കടുത്ത യാഥാർത്ഥ്യങ്ങളോട് ഉൾക്കൊള്ളാൻ പഠിക്കുക. എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വരുന്നുള്ളൊരു വിശ്വാസം. അതെ, കാരണം നമ്മളൊക്കെ പറയുന്ന പോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നവരില്ലേ, അതേപോലെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് കണ്ണാടിക്കൽ ഗ്രാമത്തിന് ഒന്നാകെ പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ അത് എത്രമാത്രം കടുത്തതാണെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാട്. കാരണം അവരെ സംബന്ധിച്ച് അർജുൻ അത്രയേറെ പ്രിയപ്പെട്ടവനാണ്, അവരിൽ ഒരാളാണ്. നാടിൻ്റെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ അവൻ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ സജീവമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തുവാനൊക്കെ ശ്രമിച്ചിരുന്ന ഒരു യുവാവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് രാവിലെ 7 മണി മുതൽ ഈ കണ്ണാടിക്കൽ അങ്ങാടിയിൽ നിന്ന് എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് ഇതേ ഒരു കാര്യമാണ്. ദുഃഖമുണ്ട് ഈ വരുന്ന വാർത്തകളിലൊക്കെ. എങ്കിലും ഒരത്ഭുതം അത് അർജുന് വേണ്ടി സംഭവിക്കുമെന്ന പ്രതീക്ഷ ഈ നാട് കൈവിട്ടിട്ടില്ല. സജിത്.